ഹലോ കുട്ടികളെ, ഇന്ന് ക്ലാസ് 7ത്തിലെ വസന്ത് പാഠ്യപുസ്തകത്തിലെ കഞ്ച എന്ന അധ്യായമാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. കഞ്ച കഞ്ച എന്ന ഈ അധ്യായം മലയാളത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കഥയാണ്. പത്മനാഭനാണ് ഈ കഥ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് കഞ്ച എന്ന പേരിൽ ഹിന്ദിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുകയാണ്. കഞ്ച എന്ന് പറഞ്ഞാൽ മാർബിൾസ്, അതായത് ഗോലി എന്നൊക്കെ പറയും. അപ്പോൾ അതെന്താണ്, ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയതായിരിക്കും അല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നല്ല ഭംഗിയിൽ അതിൽ എന്താണ് ഡിസൈനൊക്കെ ഉണ്ടാവും. നിങ്ങളിപ്പോൾ വെളിച്ചത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു ഗ്ലാസ് ബോൾ എന്ന പോലെ അല്ലേ? വെളിച്ചത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നല്ല ഷൈനിങ്ങും പിന്നെ അതിൻ്റെ ഡിസൈനൊക്കെ വെളിച്ചത്ത് കാണാൻ നല്ല ഭംഗിയുമാണ്. അപ്പോൾ ഈ കഥയിൽ ലേഖകൻ മെയിനായിട്ട് അപ്പു എന്ന ഒരു കഥാപാത്രത്തിൻ്റെ കുട്ടിക്കാലത്തെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അപ്പു ഒരു ഡേ ഡ്രീമറായിരുന്നു. ബാക്കി കൊച്ചു കുട്ടികളെ പോലെ തന്നെ അപ്പുവിനും ഇപ്പോൾ എന്തെങ്കിലും ഒരു സാധനം കാണുകയാണെങ്കിൽ പിന്നെ ആ സാധനത്തെ പറ്റി തന്നെ ഇങ്ങനെ ആലോചിച്ച് അത് വേണമായിരുന്നു എന്നൊരു ആഗ്രഹം തോന്നലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതാണ് അല്ലേ? ഇപ്പോൾ എന്തെങ്കിലും സാധനം, ഇപ്പോൾ കളിപ്പാട്ടങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിനെപ്പറ്റി തന്നെ ഞങ്ങൾ പിന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതെല്ലാം കുട്ടികളും ചെയ്യുന്നത് പോലെ അപ്പുവും അതുപോലെയായിരുന്നു. ഇനി കഥയിലോട്ട് പോകാം. വഹ് നീം കെ പേടോं की घनी छांव से होता हुआ सियार की कहानी का मज़ा लेता आ रहा था. हिलते डुलते उसका बस्ता दोनों तरफ झूमता खनकता था. स्लेट कभी छोटी शीशी से टकराती तो कभी पेंसिल से. यूं वे सब उस बस्ते के अंदर टकरा रहे थे, मगर वह न कुछ सुन रहा था न कुछ देख रहा था. उसका पूरा ध्यान कहानी पर केंद्रित था. कैसी मज़ेदार कहानी, कौवे और सियार की. वह नीम के पेड़ों की घनी छांव से होते हुए सियार की कहानी का मज़ा लेता आ रहा था. അപ്പോൾ ഘനി ഛാവ്, നീം കെ പേടോं की घनी छांव, അതായത് നീം ട്രീ, വേപ്പിൻ്റെ ആ എന്താണ് ഘനി എന്ന് പറഞ്ഞാൽ നല്ല തിക്കായിട്ടുള്ള ആ മരത്തിൻ്റെ ആ ഷേഡിലൂടെ ഇങ്ങനെ നടന്നു വരികയായിരുന്നു അപ്പുവിനെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആദ്യം പറഞ്ഞതുപോലെ അപ്പു ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ കേൾക്കുകയാണ്, ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ആ കാര്യം ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം ഇഷ്ടപ്പെട്ടു, അതിനെപ്പറ്റി തന്നെ ഇങ്ങനെ ചിന്തിക്കും അപ്പോൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് വരികയാണ്. ഛാം സേ ഹോത്തെ ഹുവേ സിയാർ കി കഹാനിക്ക മസാ ലേതാ രഹാ താ. സിയാർ എന്ന് പറഞ്ഞാൽ ആരാ? കുറുക്കൻ, ജാക്കൽ. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് വരികയാണ്. ആ കഥയെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ച് എന്താണ് വേപ്പിൻ്റെ ആ മരത്തിൻ്റെ ആ ഷേഡിലൂടെ ഇങ്ങനെ നടന്ന് വരികയായിരുന്നു. മസാ ലേതാ ഹുവ, അതായത് നല്ല എൻജോയ് ചെയ്തിട്ട് ആ കഥ ഇങ്ങനെ ആലോചിച്ച് എൻജോയ് ചെയ്ത് നടന്ന് വരികയാണ്. ഹിൽത്തേ ഡുൽത്തേ ഉസ്കാ ബസ്താ ദോനോം തരഫ് ഝൂംതാ ഖനക്താ താ. അപ്പോൾ ഹിൽത്തേ ഡുൽത്തേ ഇങ്ങനെ ആടിപ്പാടി ആടി നടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നടക്കുമ്പോൾ ഉസ്കാ ബസ്ത എന്ന് പറഞ്ഞാൽ ബാഗ്, ദോനോം തരഫ് രണ്ട് വശത്തും ഝൂംതാ ഖനക്ത, ഝൂംത ഇങ്ങനെ ആടിക്കൊണ്ട്, അതും ഖനക്ത ഇങ്ങനെ സൗണ്ട് ആക്കിക്കൊണ്ട്. സൗണ്ട് ആകുന്നത് എന്തുകൊണ്ടായിരിക്കാം? ഇപ്പം ഞങ്ങളുടെ സ്കൂൾ ബാഗിൽ ടിഫിൻ ബോക്സ് ഉണ്ടാവും അല്ലേ, ബോട്ടിൽ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ തട്ടിയും മുട്ടിയും ഒക്കെ ശബ്ദങ്ങളുണ്ടാവും ഞങ്ങൾ നടക്കുമ്പോൾ. അപ്പോൾ ഝൂംതാ ഖനക്താ താ. അപ്പോൾ സ്ലേറ്റ് കഭി ഛോട്ടി ശീശി സെ ടകരാത്തി തോ കഭി പെൻസിൽ സെ. അപ്പോൾ സ്ലേറ്റ് പണ്ട് കാലത്തൊക്കെ സ്ലേറ്റിൽ എഴുതാറുണ്ട് അല്ലേ? ഇപ്പോൾ ഞങ്ങൾ ബുക്സിലൊക്കെയാണ് എഴുതുന്നത്. പണ്ട് സ്ലേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ സ്ലേറ്റ് കൊണ്ടുപോകും സ്കൂളിൽ. അപ്പോൾ സ്ലേറ്റ് എന്തുമായിട്ടിങ്ങനെ തട്ടും? ശീശി, അതായത് ബോട്ടിൽ, വെള്ളം കുടിക്കാനായിട്ട് ബോട്ടിൽ കൊണ്ടുപോയിട്ടുണ്ടാവും. അപ്പോൾ ഛോട്ടി ശീശി സെ ടക്രാത്തി, ടക്രാന എന്ന് പറഞ്ഞാൽ മുട്ടുക, തട്ടുക തമ്മിൽ. തോ കഭി പെൻസിൽസ്, ഇടയ്ക്ക് പെൻസിലുമായിട്ട് തട്ടും. അങ്ങനെ ഇങ്ങനെ തട്ടിമുട്ടി ഇങ്ങനെ ശബ്ദങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഖനക്താത്ത, ഝൂംത ഖനക്ത. അപ്പോൾ യോ വെസബ് ഉസ് ബസ്തേക്ക് അന്തർ ടക്കറാ രഹിത. അങ്ങനെ പറയുകയാണെങ്കിൽ എല്ലാം ഇങ്ങനെ തമ്മിൽ ഇങ്ങനെ തട്ടി ശബ്ദം ഉണ്ടാകുന്നുണ്ടായിരുന്നു. മഗർ വ ന കുച്ച് സുൻ രഹാ താ ന കുച്ച് ദേഖ് രഹാ താ. പക്ഷെ അവനാണെങ്കിലോ ആ സമയത്ത് ഒന്നും മനസ്സിലില്ല. ആ സമയത്ത് വെറും എന്താ ഉള്ളത്, ഈ ശബ്ദമൊന്നും കെയർ ചെയ്യുന്നില്ല. ആ സമയത്ത് വെറും മനസ്സിൽ ആ സിയാറിൻ്റെ ആ കുറുക്കൻ്റെ ആ കഥയാണ് മനസ്സിലുള്ളത്. എല്ലാം ഇങ്ങനെ ഓർത്തു വരികയാണ്, നടന്നു വരികയാണ്. ഉസ്കാ പൂരാ ധ്യാൻ കഹാനി പർ കേന്ദ്രിത. കേന്ദ്രിത എന്ന് പറഞ്ഞാൽ ഫോക്കസ്ഡ്, അതിൽ തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് വരികയായിരുന്നു അപ്പു.
कैसी मज़ेदार कहानी കൗവേ और സിയാർ की. അപ്പോൾ ആ കഥയെപ്പറ്റി തന്നെ ഓർത്തല്ലേ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്, എത്ര നല്ല രസമുള്ള കഥയായത്. കൗവേ और സിയാർ की, കാക്കയുടെയും കുറുക്കൻ്റെയും കഥ. കൗവ എന്ന് പറഞ്ഞാൽ കാക്ക, സിയാർ എന്ന് പറഞ്ഞാൽ ജാക്കൽ, കുറുക്കൻ. അപ്പോൾ കാക്കയുടെയും കുറുക്കൻ്റെയും കഥ എത്ര നല്ല രസമാണ് കേൾക്കാൻ, അല്ല എത്ര രസമാണ് കഥ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് വരികയാണ് അപ്പു. സിയാർ कौवे से बोला, प्यारे कौवे एक गाना गाओ ना, तुम्हारा गाना सुनने के लिए तरस रहा हूँ. कौवे ने गाने के लिए मुंह खोला तो रोटी का टुकड़ा ज़मीन पर गिर पड़ा. सियार उसे उठाकर 9-11 हो गया. അപ്പോൾ ഇങ്ങനെ തണലത്തോടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഇങ്ങനെ ആലോചിക്കുന്ന കഥയാണ് ഇത്, ഓർക്കുകയാണ് ആ കഥ. അപ്പോൾ സിയാർ കൗവേ സെ ബോല, കുറുക്കൻ കാക്കയോടായിട്ട് പറഞ്ഞ കാര്യമാണ്. എന്താണ്? പ്യാരേ കൗവേ ഗാന ഗാവോ നാ, തുമ്ഹാരാ ഗാന സുന്നി കെ ലിയേ തറസ് രഹാ ഹൂം. കാക്കേ, പ്രിയപ്പെട്ട കാക്കേ, നീ ഒന്ന് പാട്ട് പാടിയാലും, നിൻ്റെ പാട്ട് കേൾക്കാനായിട്ട് ഞാൻ കൊതിച്ചിരിക്കുകയാണ്. തറസ് രഹാ ഹൂം, കൊതിക്കുകയാണ് നിൻ്റെ പാട്ട് കേൾക്കാനായിട്ട്. അപ്പോൾ കൗവേ ने गाने के लिए मुँह खोला तो रोटी का टुकड़ा ज़मीन पर गिर पड़ा. കാക്ക എന്താ ചെയ്തേ? വാ തുറന്നതും ആ വായിലുണ്ടായിരുന്ന ആ റോട്ടിയുടെ കഷ്ണം താഴോട്ട് വീണു. ഗിർപട. സിയാർ ഉസെ ഉഠാകർ 9-11 हो गया. 9-11 हो गया എന്ന് പറഞ്ഞാൽ എസ്കേപ്പ് ആവുക, ഉടനെ കാണാതാവുക. അതാണ് 9-11 हो गया. ആ റോട്ടിയുടെ കഷ്ണം കിട്ടിയതും അവിടുന്ന് എസ്കേപ്പായി. वो जोर से हंसा, ബുദ്ധു കൗവ. അപ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്ന് വരികയാണ് അപ്പു തണലത്തൂടെ. ആ സമയത്ത് അപ്പു ഇങ്ങനെ കഥ ഓർത്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ പെട്ടെന്ന് അപ്പു ഇനി കഥയൊക്കെ ഓർത്തപ്പോൾ ചിരി വന്നു പോയി. അപ്പോൾ പറയുകയാണ് ജോർ സെ ഹസ, ഒച്ചത്തിൽ ചിരിക്കുകയും ചെയ്തു. എന്നിട്ട് പറയുകയാണ് ബുദ്ധു കവ, ബുദ്ധിയില്ലാത്ത കാക്ക, മണ്ടൻ കാക്ക എന്ന് പറഞ്ഞ് ഇങ്ങനെ ചിരിക്കുകയാണ്. वो चलते चलते दुकान के सामने पहुंचा. वहाँ अलमारी में कांचे के बड़े बड़े जार कतार में रखे थे. उनमें चॉकलेट, पेपरमिंट और बिस्कुट थे. उसकी नज़र उनमें से किसी पर नहीं पड़ी. क्यों देखे, उसके पिताजी उसे ये चीज़ें बराबर ला देते हैं. അപ്പോൾ ചലത്തെ ചലത്തെ ഇങ്ങനെ നടന്ന് പോവുകയായിരുന്നു അപ്പു. ആ സമയത്ത് ദുക്കാൻ കെ സാമനെ പਹੁഞ്ച, അവിടെ ഒരു കടയുണ്ടായിരുന്നു. ആ കടയുടെ മുമ്പിലും എത്തി. വഹാ അൽമാരി മേ കാഞ്ച് കെ ബഡേ ബഡേ ജാർ കത്താർ മേ റഖേ തെ. അവിടെയുള്ള ഒരു അലമാരിയിൽ കാഞ്ച് കെ, അതായത് കുപ്പി കൊണ്ടുണ്ടാക്കിയ, ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ കുപ്പികളുണ്ടായിരുന്നു. കുപ്പി കൊണ്ടുണ്ടാക്കിയതല്ല, ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ. അപ്പോൾ ചലത്തെ ചലത്തെ ദുക്കാൻ കെ സാമനെ പਹੁഞ്ച, ഇങ്ങനെ നടന്ന് അപ്പോൾ ഒരു കടയുടെ മുമ്പിലെത്തി. ദുക്കാൻ എന്ന് പറഞ്ഞാൽ കടയിൽ മുമ്പിലെത്തി. അപ്പോൾ വഹാ അൽമാരി മേ കാഞ്ച് കെ ബഡേ ബഡേ ജാർ കത്താർ മേ റഖേ തെ. അവിടെയുള്ള ഒരു അലമാരിയിൽ കാഞ്ച് കെ, ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ വലിയ വലിയ ജാർ, കുപ്പികൾ, ജാർ കത്താർ മേ റഖേ തെ. കത്താർ എന്ന് പറഞ്ഞാൽ ലൈനിൽ വെച്ചിട്ടുണ്ടായിരുന്നു കുറേ ഗ്ലാസ് കുപ്പികൾ. അപ്പോൾ ഉന്മേ ചോക്ലേറ്റ്, പെപ്പർമിൻറ്റ് ഓർ ബിസ്കുട്ട് തെ. അപ്പോൾ ആ ഗ്ലാസ് കുപ്പികളിൽ ആ ജാറിൽ എന്താ വെച്ചിരുന്നത്? ഒരു ചോക്ലേറ്റ് ഒരു ജാറിലുണ്ടായിരുന്നു, ഒരു ജാറിൽ പെപ്പർമിൻറ്റ്, പിന്നെ ബിസ്കുട്ട് ഉണ്ടായിരുന്നു. ഉസ്കി നസർ ഉന്മേ സെ കിസി പർ നഹീ പടി. അവൻ്റെ ശ്രദ്ധ, നസർ പഠന എന്ന് പറഞ്ഞാൽ കാണുക. അപ്പോൾ അവൻ്റെ ആ ശ്രദ്ധ എന്ന് പറയുന്നത് അതിലൊന്നും വന്നില്ല, കാരണം അവനതിൽ അത്ര ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. ക്യൂ ദേഖേ, അതെന്തിനാ നോക്കേണ്ട ആവശ്യം? കാരണം ഉസ്കെ പിതാജി ഉസെ യേ ചീസെ ബറാബർ ലാ ദേത്തെ തെ. ബറാബർ എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട്, നിരന്തർ എന്ന് പറയും, നിരന്തരമായിട്ട്. എപ്പോഴും അച്ഛൻ അവൻ്റെ ഡിമാൻഡിനനുസരിച്ചിട്ട് അല്ലാതെയും അച്ഛൻ അവനത് മേടിച്ച് കൊടുക്കുമായിരുന്നു, ഈ ചോക്ലേറ്റും ബിസ്ക്കറ്റും പെപ്പർമിൻറ്റും ഒക്കെ. അപ്പോൾ അവനതിൽ ശ്രദ്ധ പോയില്ല, അവനത് ശ്രദ്ധിച്ചില്ല, അത്ര ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. ക്യൂ ദേഖേ ഉസ്കെ പിതാജി ഉസെ യേ ചീസെ ബറാബർ ലാ ദേത്തെ थे. फिर भी एक नए जार ने उसका ध्यान आकृष्ट किया. वह कंधे से लटकते बस्ते का फीता एक तरफ हटाकर उस जार के सामने खड़ा टुकर टकर ताकता रहा. नया नया लाकर रखा गया है, उससे पहले उसने वह चीज़ यहाँ नहीं देखी है. അപ്പോൾ ഫിർ ഭി एक नए जार ने, അപ്പോൾ ബാക്കി ജാറൊന്നും അങ്ങനെ ശ്രദ്ധിച്ചില്ല, അത്ര ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. പക്ഷേ ആ സമയത്ത് അവൻ്റെ ശ്രദ്ധ ആകർഷിച്ച ഒരു ജാർ ഉണ്ടായിരുന്നു അവിടെ. നയേ ജാറിനെ, ഒരു പുതിയൊരു ജാർ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ജാറിലോട്ടായിരുന്നു പിന്നെ അവൻ്റെ ശ്രദ്ധ.
വ കന്ധേ ആകൃഷ്ട എന്ന് പറഞ്ഞാൽ ആകർഷിച്ചു. ആ ജാറാണ് കൂടുതൽ അവനെ ആകർഷിച്ചത്. അപ്പോൾ വ കന്ധേ ലട്ടക്തെ ബസ്തെ കാ ഫീത്ത ഏക് തരഫ് ഹട്ടാക്കർ ഉസ് ജാർ കെ സാമനെ ഖടാ ടുക്കർ ടുക്കർ താക്താ രഹാ. അപ്പോൾ അവൻ കന്ധ എന്ന് പറഞ്ഞാൽ തോളിൽ ഇങ്ങനെ തൂങ്ങിക്കിടന്നിരുന്ന ആ ബാഗിൻ്റെ ഒരു സ്ട്രിപ്പ് അത് എടുത്ത് മാറ്റിയിട്ട്, ഫീത്ത എന്ന് പറഞ്ഞാൽ ആ സ്ട്രിപ്പ് എടുത്ത് മാറ്റിയിട്ട് एक तरफ हटाकर മാറ്റി ഉസ് ജാർ കെ സാമനെ ഖട, ആ ജാറിൻ്റെ മുമ്പിൽ തന്നെ, അതായത് ശ്രദ്ധ ഇങ്ങനെ അതിൽ പോവുകയാണ്. ആ ജാറിൽ സാമനെ ഖട ടുക്കർ ടുക്കർ, ഇങ്ങനെ ടുക്കർ ടുക്കർ ദേഖ്ന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കുക എന്ന് പറയും. ഇങ്ങനെ നല്ലോണം ശ്രദ്ധിച്ച് നോക്കുക, അതിനെ തന്നെ നോക്കുക, അതിനെയാണ് ടുക്കർ ടുക്കർ ദേഖ്ന. ടുക്കർ ടുക്കർ താക്താ റഹ, താക്ന എന്ന് പറഞ്ഞാൽ എന്താ, പീപ്പിംഗ്, അതിനെ ശ്രദ്ധിച്ചിങ്ങനെ നോക്കുക, അതിൽ തന്നെ ശ്രദ്ധിച്ച് നോക്കുക. നയാ നയാ ലാക്കർ റഖാ ഗയാ ഹെ, അപ്പോൾ പുതിയതായിട്ടാണ് അവിടെ കാണപ്പെടുന്നത് ആ ജാറ്. സാധാരണ അവിടെ ഉണ്ടാവാറില്ല, അപ്പോൾ പുതുതായിട്ട് വെച്ചിരിക്കുന്ന ഒരു ജാറാണ്. ഉസ്സെ പേലെ ഉസ്നെ വ ചീസ് യഹാ നഹീ ദേഖി ഹെ, അതിനു മുമ്പ് ഈ ജാർ അവൻ അവിടെ കണ്ടിട്ടില്ല, ആ സാധനം അവിടെ അവൻ കണ്ടിട്ടില്ല, അതിലുള്ള ആ ജാറിൻ്റെ ഉള്ളിലുള്ള ആ സാധനം ഇനി മുമ്പ് അവൻ കണ്ടിട്ടില്ല. पूरे जार में कंचे हैं, हरी लकीर वाले बढ़िया सफ़ेद गोल कंचे, बड़े आंवले जैसे, कितने खूबसूरत हैं. अब तक ये कहाँ थे? शायद दुकान के अंदर. अब दुकानदार ने दिखाने के लिए बाहर रखा होगा. അപ്പോൾ പൂരെ ജാർ മേ കഞ്ചേ ഹേ, ഇതിൻ്റെ ഉള്ളിൽ മുഴുവനും എന്താണ്, മാർബിൾസ് ആണ്. ഹരി ലക്കീർ വാലെ ബടിയ സഫേദ് ഗോൽ കഞ്ചി, നല്ല ഗ്രീൻ കളറിൽ ഗ്രീൻ ലൈൻസ് ഉള്ള, ബടിയ എന്ന് പറഞ്ഞാൽ അടിപൊളി, നല്ല സഫേദ് ഗോൽ കഞ്ചി, നല്ല വെളുത്തിരിക്കുന്ന ഗോൽ ഉരുണ്ടിരിക്കുന്ന ഗോട്ടികൾ അല്ലെങ്കിൽ ഗോലി, മാർബിൾസ്. ബഡേ ആംവലെ ജേസെ, ആംവല എന്ന് പറഞ്ഞാൽ എന്താണ്, നെല്ലിക്കയുടെ വലിയ നെല്ലിക്കയുടെ അളവിലുള്ള മാർബിൾസാണ്. അപ്പോൾ കിത്നി ഖൂബ്സൂരത്ത്, എത്ര ഭംഗിയുണ്ട് കാണാൻ. അബ്തക്ക് കഹാന്ത, ഇത്രയും കാലം ഇത് എവിടെയായിരുന്നു, ഇത്രയും ദിവസം ഇത് എവിടെയായിരുന്നു വെച്ചിരുന്നത്? ഷായദ് ദുക്കാൻ കെ അന്തർ, ചിലപ്പോൾ കടയുടെ ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നു കാണും. അബ് ദുക്കാൻദാറിനെ ദിഖാനേക്ക് ലിയെ ബാഹർ റഖാ ഹോഗ, അപ്പോൾ ഇത്രയും കാലം പുറത്ത് വെച്ചിട്ടില്ലായിരുന്നു, ഇപ്പോൾ ഇനി കടക്കാരൻ ചിലപ്പോൾ കാണിക്കാനായിട്ട് പുറത്ത് വെച്ചതായിരിക്കാം. അപ്പോൾ उसके देखते देखते जार बड़ा होने लगा. वह आसमान सा बड़ा हो गया तो वह भी उसके भीतर आ गया. वहाँ और कोई लड़का तो नहीं था, फिर भी उसे वही पसंद था. छोटी बहन के हमेशा के लिए चले जाने के बाद वह अकेले ही खेलता था. അപ്പോൾ ഉസ്കെ ദേഖ്തെ ദേഖ്തെ ജാർ ബഡേ ഹോനെ ലഗ. ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ സാധനം ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ സാധനത്തിൽ തന്നെ ഞങ്ങളുടെ മനസ്സ്, അതായത് ഞങ്ങൾ അതിൽ തന്നെ ശ്രദ്ധിക്കും, അതിനെപ്പറ്റി തന്നെ ഇങ്ങനെ ആലോചിക്കും. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പുവിന് ആ സാധനം ഇഷ്ടപ്പെട്ടു, ആ കഞ്ച, അത് എന്താ മാർബിൾസ് ഇഷ്ടപ്പെട്ടു, പിന്നെ അതിൽ തന്നെയാണ് അപ്പുവിൻ്റെ ശ്രദ്ധ. പിന്നെ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ആസ്മാൻ സാ ബഡാ ഹോനെ ലഗ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, അതിൽ തന്നെ ശ്രദ്ധ അപ്പുവിൻ്റെ എന്നാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു ഇമാജിനേഷനാണ് അവിടെ. ആസ്മാൻ സാ ബഡാ ഹോ ഗയാ തോ വഹ് ബി ഉസ്കെ ഭീത്തർ ആ ഗയ, അവനും ആ കഞ്ചയിൻ്റെ ആ ജാറിൻ്റെ ഉള്ളിൽ കയറിയതുപോലെയാണ് അവൻ്റെ ഇമാജിനേഷൻ. കാരണം അതിൽ തന്നെ ശ്രദ്ധിക്കുകയാണ് എന്നാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. ഭീത്തർ ആ ഗയ, ഭീത്തറാണെന്ന് പറഞ്ഞാൽ ആ കഞ്ചയുടെ ആ ജാറിൻ്റെ ഉള്ളിൽ അവന് കയറി എന്ന രീതിയിലാണ് ഇവിടെ പറയുന്നത്. വഹാ ഓർ കോയി ലഡ്കാ തോ നഹീ താ, അവിടെ വേറെ ആരുമില്ല അത് മേടിക്കാനായിട്ട്. ഫിർ ഭി ഉസേ വഹി പസന്ത് താ, എന്നിട്ടും അവന് അത് തന്നെയായിരുന്നു ഇഷ്ടം, അത് തന്നെ മേടിക്കണം, അല്ലെങ്കിൽ അതിനോടായിരുന്നു കൂടുതൽ അട്രാക്ഷൻ. छोटी बहन के हमेशा के लिए चले जाने के बाद वह अकेले ही खेलता था. അപ്പോൾ അപ്പുവിന് ഒരു അനുജത്തി ഉണ്ടായിരുന്നു. അപ്പോൾ അനുജത്തി മരണപ്പെട്ടതോടെ പിന്നെ അവന് ഒറ്റയ്ക്കായി, അവൻ്റെ കൂടെ കളിക്കാൻ ആരുമില്ല. അപ്പോൾ അക്കേലേ ഹി ഖേൽത്താത്ത, അപ്പോൾ അവൻ ഒറ്റയ്ക്കായിരുന്നു ഒറ്റയ്ക്ക് പിന്നെ കളിക്കാൻ തുടങ്ങി. അക്കേലേ ഹി ഖേൽത്താത്ത, ഒറ്റയ്ക്കായിരുന്നു കളിക്കലൊക്കെ. അപ്പോൾ വ കഞ്ചെ ചാരോ തരഫ് ബിഖേർത്തെ മസേ മെ ഖേൽത്താ രഹാ. तभी एक आवाज़ आई, लड़के तू उस जार को नीचे गिरा देगा. वह चौंक उठा. जार अब छोटा बनता जा रहा था. छोटे जार में हरी लकीर वाले सफ़ेद गोल कंचे, छोटे आंवले जैसे. सिर्फ 2 जने वहाँ हैं, वह और बूढ़ा दुकानदार. दुकानदार के चेहरे पर कुछ चिड़चिड़ाहट थी. मैंने कहा ना, जो चाहते हो वह मैं निकाल कर दूँ. वह उदास हो
अलग खड़ा रहा। क्या कंचा चाहिए? दुकानदार ने जार का ढक्कन खोलना शुरू किया। उसने निषेध में सिर हिलाया. അപ്പോൾ വെക്കഞ്ചി ചാരോ തരഫ് ബിക്കേർത്ത മസേമേ കേൾത്താ റഹ. അവന് ആ കുപ്പീൻ്റെ ഉള്ളിൽ കയറിയെന്ന് ഇമാജിനേഷൻ കൊണ്ട് ഇങ്ങനെ കയറിയിരിക്കുകയാണ്. അപ്പോൾ ആ ജാറിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ആ കഞ്ച ഇങ്ങനെ വിരിച്ചിട്ടിട്ട് ഇങ്ങനെ കളിക്കുകയാണ്. ആ ബിഖേർന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിടുക. ബിഖേർത്തെ മസേമേ കേൾത്താ റഹ. നല്ല എൻജോയ് ചെയ്യുകയായിരുന്നു ആ മാർബിൾസ് കൊണ്ട് കളിച്ച്. തബി ഏക്ക് ആവാസായി. ആ സമയത്ത് പെട്ടെന്നൊരു ശബ്ദം ആരുടെയോ. അപ്പോൾ ലഡ്കെ തൂ ജാർ കോ നീച്ചെ ഗിരാ ദേഗാ. എടാ മോനെ, നീ ആ ജാറ് താഴെ ഇടും, നീ നീച്ചെ ഗിരാതേക, നീ താഴെ അത് ഇട്ട് പൊട്ടിക്കും. വച്ചോങ്കൂട്ടാ. അപ്പോൾ പെട്ടെന്ന് ഞെട്ടിപ്പോയി ആ ശബ്ദം കേട്ടപ്പോൾ. കാരണം ഏതോ ഒരു സ്വപ്ന ലോകത്താണുള്ളത് അല്ലേ, ആ മാർബിൾസുമായിട്ട് ഇങ്ങനെ കളിക്കുന്ന ആ ഒരു ലോകത്താണുള്ളത്. ആര്? അപ്പു. പെട്ടെന്നൊരു ശബ്ദം കേട്ടപ്പോൾ അപ്പു പേടിച്ചു പോയി. വച്ചോങ്കൂട്ടാ. ചോങ്കന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഷോക്കാവുക. ജാർ അബ് ഛോട്ടാ ബൻതാ ജാ രഹാ था. छोटे जार में हरी लकीर वाले सफ़ेद गोल कंचे, छोटे आंवले जैसे. അപ്പോൾ अब ജാർ ഛോട്ടാ ഹോനെ ലഗ. അതായത് ആ ഇമാജിനറി വേൾഡിൽ നിന്ന് പുറത്തു വന്നു. കാരണം ആ ശബ്ദം അവനെ ആ സ്വപ്ന ലോകത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. അതാ ഇവിടെ മീൻ ചെയ്യുന്നത്. ജാർ അബ് ഛോട്ടാ ബൻതാ ജാ രഹാ താ. ആ ജാർ ഇപ്പോൾ ചെറുതായി വന്നു. ഛോട്ടെ ജാർ മേ ഹരി ലക്കീർ വാലെ സഫേദ് ഗോൽ കഞ്ചെ. ഇപ്പോൾ സാധാരണ പോലെ കാണപ്പെടുന്നു ആ കടയിൽ. അതായത് ഒരു ചെറിയ ജാറിൽ അതിൻ്റെ ഉള്ളിൽ ഗ്രീൻ ലൈൻസ് ഉള്ള വെള്ള ഗോട്ടികൾ, വെള്ള മാർബിൾസ്. ഛോട്ടെ ആവലെ ജേസ്, ഒരു ചെറിയ നെല്ലിക്ക പോലെ ഉള്ള ഷേപ്പിലുള്ള ആ മാർബിൾസ്. അപ്പോൾ അത് പഴയ സ്ഥിതിയിലോട്ട് വന്നു അപ്പു. അതായത് സ്വപ്ന ലോകത്തു നിന്ന് പുറത്തു വന്നു. സിർഫ് ദോ ജനെ വഹാ ഹൈ, വഹ് ഓർ ബൂഢാ ദുക്കാൻദാർ. ദുക്കാൻദാർ കെ ചെഹരെ പർ കുച്ച് ചിഡ്ചിഡാഹട്ട് थी. സിർഫ് ദോ ജനെ, 2 പേരെ അവിടെ ആളുകളായിട്ട് ആ കടയിലുള്ളൂ ഇപ്പോൾ. ആരൊക്കെയാ? അപ്പുവും പിന്നെ കടക്കാരനും, ദുക്കാൻദാർ. അപ്പോൾ ദുക്കാൻദാർക്ക് ചെഹരെ പർ കുച്ച് ചിഡ്ചിഡാഹട്ട്. ചിഡ്ചിഡാഹട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇറിറ്റേഷൻ, ഒരു ദേഷ്യം അല്ല, ഒരു തരത്തിലുള്ളൊരു ദേഷ്യം, ഇറിറ്റേഷൻ ഉണ്ട് ആ സമയത്ത്. मैंने कहा ना जो चाहते हो वह मैं നിക്കാൽ കർദു. അപ്പോൾ നിനക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തു തരാം, നീ എടുക്കാൻ പോകണ്ട എന്ന രീതിയിൽ ഇങ്ങനെ ആര് പറഞ്ഞു? കടക്കാരൻ പറഞ്ഞു. നിക്കാൽ കർദു, ഞാൻ എടുത്തു തരാം. ഉദാസ് ഹോ അലഗ് ഖടാ രഹാ. അപ്പോൾ അവനത് വിഷമം തോന്നി. ഉദാസ് ഹോ ഗയ. ഉദാസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മനസ്സിലിങ്ങനെ വിഷമം തോന്നുക. പെട്ടെന്ന് ആരെങ്കിലും ഇപ്പോൾ വഴക്ക് പറയുമ്പോൾ ഞങ്ങൾക്ക് തോന്നത്തില്ലേ? അപ്പോൾ ഒരു മടി കാരണം അവന് വിഷമം തോന്നി. ഉദാസ് ഹോ അലഗ് ഖടാ രഹാ. വേറെ തന്നെ മാറി നിന്നു. ക്യാ കഞ്ചാ ചാഹിയേ? എന്താ നിനക്ക് മാർബിൾ വേണോ എന്ന് ആര് ചോദിച്ചു? കടക്കാരൻ ചോദിച്ചു. ദുക്കാൻദാറിനെ ജാർ കാ ഢക്കൻ ഖോൽനാ ശുരു കിയ. അപ്പോൾ ദുക്കാൻദാർ പ്രായമുള്ള ഒരു കടക്കാരനായിരുന്നു. അയാൾ എന്താണ് ആ ഢക്കൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടപ്പ്, ആ ജാറിൻ്റെ അടപ്പ് തുറക്കാൻ തുടങ്ങി. ഉസ്നെ നിഷേധ് മേ സിർ ഹിലായ. അവൻ തല ഇങ്ങനെ വേണ്ടാന്ന രീതിയിൽ, നിഷേധം എന്ന് പറഞ്ഞാൽ വേണ്ടാന്ന രീതിയിൽ തല ഇങ്ങനെ ആട്ടി. तो फिर सवाल खूब रहा. क्या उसे कंचा चाहिए? क्या चाहिए उसे खुद मालूम नहीं है. जो भी हो, उसने कंचे को छू कर देखा. जार को छूने पर कंचे का स्पर्श करने का एहसास हुआ. अगर वह चाहता तो कंचा ले सकता था. അപ്പോൾ തോഫിർ ആരാ ഇത് ചോദിക്കുന്നേ? കടക്കാരൻ ചോദിക്കുകയാണ്. നിനക്കൊന്നും വേണ്ടെങ്കിൽ തല ഇങ്ങനെ വേണ്ടാന്ന് കാണിച്ചല്ലോ അപ്പു. അപ്പോൾ പിന്നെ നിനക്ക് എന്താ വേണ്ടേ എന്ന് കടക്കാരൻ ചോദിച്ചു. സവാൽ ഖൂബ്ര. നല്ല ചോദ്യമാണ് കടക്കാരൻ ചോദിച്ചത്. ക്യാ ഉസെ കഞ്ചാ ചാഹിയെ? ക്യാ ചാഹിയെ ഉസെ ഖുദ് മാലൂം നഹി ഹൈ. അവന് തന്നെ അറിയില്ല അവന് മാർബിൾ വേണോ എന്ത് വേണം, അത് അവന് തന്നെ ഖുദ് ഉസ്കോ മാലൂം നഹി ഹൈ. ഖുദ് എന്ന് പറഞ്ഞാൽ സ്വയം അവന് അറിയത്തില്ല, മാലൂം നഹി ഹൈ. ജോ ബി ഹോ ഉസ്നെ കഞ്ചെ കോ ഛൂ കർ ദേഖാ. ജാർ കോ ഛൂനെ പർ കഞ്ചെ കാ സ്പർശ് കർനെ കാ എഹസാസ് ഹുവ. എന്ത് വന്നാലും അവൻ എന്താ ചെയ്തത്? ആ മാർബിളിനെ തൊട്ട ഒരു ഫീലിംഗ് ആണ് അവൻ ആ ജാറിനെ തൊട്ടപ്പോൾ കിട്ടിയത്. ആ ജാറിനെ ഇങ്ങനെ തൊട്ട് തടവിയപ്പോൾ അവൻ ആ ഫീലിംഗ്, എഹസാസ് എന്ന് പറഞ്ഞാൽ ആ ഫീലിംഗ്, എന്താണ് മാർബിളിനെ തൊട്ട ആ ഫീലിംഗ് അവന് ലഭിച്ചു. സ്പർശ് കർണേക്ക എഹസാസ, മാർബിളിനെ തൊട്ട ആ ഫീലിംഗ് അവന് ലഭിച്ചു, സന്തോഷം ലഭിച്ചു. അഗർ വ ചാത്ത തോ കഞ്ചാ ലേ സക്ത താ. അവൻ ആഗ്രഹിച്ചത് കൊണ്ട് അവന് വേണമെങ്കിൽ അത് മേടിക്കാമായിരുന്നു. അവൻ്റെ ആഗ്രഹത്തിനനുസരിച്ചിട്ട് അവന് മാർബിൾ വേണമെങ്കിൽ മേടിക്കാമായിരുന്നു. ലിയാ ഹോത്താ തോ, മേടിച്ചായിരുന്നെങ്കിലോ? स्कूल की घंटी सुनकर वह बस्ता थामे हुए
दौड़ पड़ा. അപ്പോഴേക്കും സ്കൂളിൻ്റെ ബെല്ലടിച്ചു. സ്കൂളിൻ്റെ ബെല്ലടിച്ചതും അവൻ ഉടനെ ആ ബാഗും എടുത്തിട്ട് ഒറ്റ ബസ്ത താമേ ഹുവേ ദോഡ് പട. താമന എന്ന് പറഞ്ഞാൽ പിടിക്കുക. ഈ ബാഗിനെയും പിടിച്ചിട്ട് അവൻ ഉടനെ ഓടി അവിടെ നിന്ന്, കാരണം ബെല്ലടിച്ചു. देर से पहुंचने वाले लड़कों को पीछे बैठना पड़ता है. उस दिन वही सबके बाद पहुंचा था, इसलिए वह चुपचाप पीछे की बेंच पर बैठ गया. അപ്പോൾ ദേർ സെ പहुंचने वाले लड़कों को पीछे बैठना पड़ता था. അപ്പോൾ ലേറ്റായിട്ട് വരുന്ന കുട്ടികൾക്ക് എപ്പോഴും പിറകിലിരിക്കേണ്ടതായിട്ട് വരുമായിരുന്നു. അപ്പോൾ ഉസ് ദിൻ വഹി സബ്കെ ബാദ് പहुंचा था. അപ്പോൾ അന്ന് ആ ദിവസം അവനായിരുന്നു ലാസ്റ്റ് എത്തിയത്. इसलिए वह चुपचाप पीछे की बेंच पर बैठ गया. അതുകൊണ്ട് അവൻ മിണ്ടാതെ ചുപ്ചാപ്പ് പീछे की बेंच पर പിറകിലുള്ള ബെഞ്ചിൽ അവന് ഇരുന്നു. सब अपनी अपनी जगह पर हैं. रामन अगली बेंच पर है. वह रोज़ समय पर आता है. तीसरी बेंच के आखिर में मल्लिका के बाद अम्मू बैठी है. അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. സബ് അപ്നി അപ്നി ജഗഹ പർ, എല്ലാവരും അവരവരുടെ പ്ലേസിലാണ് ഇരിക്കുന്നത്, സാധാരണ അവരിയ്ക്കുന്ന സ്ഥലത്ത്. രാമൻ അഗ്ലി ബെഞ്ച് പർ ഹെ, രാമൻ അടുത്തുള്ള ബെഞ്ചിലാണ് ഇരിക്കുന്നത്. വ റോസ് സമയ പർ ആത്ത ഹെ, രാമൻ എപ്പോഴും ടൈമിൽ എത്തും. तीसरी बेंच के आखिर में मल्लिका के बाद अम्मू बैठी है. तीसरी बेंच के आखिर में, ആ മൂന്നാമത്തെ ബെഞ്ചിൻ്റെ എൻഡിലായിട്ട് മല്ലിക്കയാണ്. മല്ലിക്കയ്ക്ക് ബാദ് അമ്മു ബാറ്റി ഹെ. അപ്പോൾ മല്ലിക കഴിഞ്ഞതും അമ്മു ആണ് ഇരിക്കുന്നത്. അപ്പോൾ ജോർജ് ദിഖായി നഹി പടുത്ത, അപ്പോൾ അപ്പു പിറകിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് അപ്പുവിനെല്ലാം കാണാം, ആരൊക്കെ എവിടെയൊക്കെയാണ് ഇരിക്കുന്നത് എന്നൊക്കെ കാണുന്നുണ്ട്. ജോർജ് ദിഖായി നഹി പടുത്ത, ജോർജിനെ കാണാനില്ലല്ലോ. അപ്പോൾ ലഡ്കോं के बीच जॉर्ज ही सबसे अच्छा कंचे का खिलाड़ी है. कितना भी बड़ा लड़का उसके साथ खेले, जॉर्ज से मात खाएगा. हारने पर यूं ही विदा नहीं हो सकता. हारे हुए को अपनी बंद मुट्ठी ज़मीन पर रखनी होगी. तब जॉर्ज कंचा चलाकर बंद मुट्ठी के जोड़ों की हड्डी तोड़ेगा. അപ്പോൾ ജോർജിനെ പറ്റിയാണ് പറയുന്നത്. ലഡ്കോं के बीच जॉर्ज ही सबसे अच्छा कंचे का खिलाड़ी है. അപ്പോൾ ജോർജാണ് ഈ ഗോട്ടി കളിക്കുന്നതിൽ, അതായത് ഈ മാർബിൾസ് കൊണ്ടുള്ള ആ കളിയിൽ ജോർജാണ് ഏറ്റവും വലിയ കളിക്കാരൻ. കിത്നാ ഭി ബഡാ ലഡ്ക ഉസ്കെ സാത്ത് ഖേലി ജോർജ് സെ മാത് ഖായേഗ. മാത് ഖാന എന്ന് പറഞ്ഞാൽ തോൽക്കുക. മാത് ഖാന എന്ന് പറഞ്ഞാൽ തോൽക്കുക. അപ്പോൾ എത്ര വലിയ കുട്ടിയായാലും ശരി, ആ കുട്ടി ജോർജിൻ്റെ മുമ്പിൽ തോൽക്കും. കിത്നാ ബി ബഡാ ലഡ്ക ഉസ്കെ സാത്ത് ഖേലെ, എത്ര പ്രായമുള്ള കുട്ടി അവൻ്റെ കൂടെ കളിച്ചാലും ജോർജ് സെ മാത് ഖായേഗ, ജോർജിൻ്റെ മുന്നിൽ അവൻ തോൽക്കും. ഹാർനെ പർ യൂ ഹി വിദാ നഹി ഹോ സക്താ, തോറ്റു കഴിഞ്ഞാൽ വെറുതെ പോകാനൊന്നും പറ്റത്തില്ല. വിദാ ഹോന എന്ന് പറഞ്ഞാൽ വിടത്തില്ല, പോകാനായിട്ട് വിടത്തില്ല, ജോർജ് വിടത്തില്ല, അങ്ങനെ വിദാ നഹി ഹോ സക്താ. ഹാരേ ഹുവേ കോ അപ്നി ബന്ദ് മുട്ടി ജമീൻ പർ രഖ്നി ഹോഗി. അങ്ങനെ തോറ്റവൻ എന്താ ചെയ്യേണ്ടത്? ബന്ദ് മുട്ടി, അതായത് ഫിസ്റ്റ് എന്ന്, ഇങ്ങനെ കൈ ഇങ്ങനെ മുഷ്ടി ഇങ്ങനെ പിടിച്ചിട്ട് ആ മുഷ്ടി ഇങ്ങനെ നിലത്ത് വെക്കണം. എന്നിട്ട് എന്താ ചെയ്യുക? തബ് ജമീൻ എന്ന് പറഞ്ഞാൽ നിലത്ത്, മുട്ടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൈ ഇങ്ങനെ ഞങ്ങൾ ചുരുട്ടി പിടിക്കത്തില്ല, മുട്ടി. അപ്പോൾ തബ് ജോർജ് കഞ്ചാ ചലാക്കർ ബന്ദ് മുട്ടി കെ ജോഡോ കി ഹഡ്ഡി തുടങ്ങുക. അപ്പോൾ ഇങ്ങനെ മുഷ്ടി പിടിച്ചിട്ട് ഞങ്ങൾ താഴെ നിലത്ത് കൈ വെക്കണം. അങ്ങനെ വെച്ചിട്ട് തബ് ജോർജ് കഞ്ചാ ചലാക്കർ ബന്ദ് മുട്ടി കെ ജോഡോ കി ഹഡ്ഡി. ആ സമയത്ത് ജോർജ് എന്താ ചെയ്യുക? തോറ്റതല്ലേ ആ കുട്ടി, അപ്പോൾ തോറ്റതിനുള്ള ശിക്ഷ എന്ന രീതിയിലാണ് ഇത് ചെയ്യുന്നത്. ജോർജ് കഞ്ചാ ചലാക്കർ, ആ ഗോട്ടി തന്നെ ഇങ്ങനെ എറിഞ്ഞിട്ട് ബന്ദ് മുട്ടിക്ക് ജോഡോം കി, ബന്ദ് ഇങ്ങനെ അടച്ചു വെച്ചിരിക്കുന്ന ആ മുഷ്ടിയുടെ ജോഡോ എന്ന് പറഞ്ഞാൽ ജോയിൻറ്റ്സ് ഉണ്ടല്ലോ ഞങ്ങളുടെ, അപ്പോൾ അതിൽ ജോഡോ കി ഹഡ്ഡി തൊടുക, അതിൻ്റെ എല്ല് പൊട്ടുന്നത് പോലെ, അതായത് വേദനിപ്പിക്കും. ഈ ഗോട്ടി ഇങ്ങനെ തെറിപ്പിച്ച് വിട്ടിട്ട് വേദനിപ്പിക്കും. ജോർജ് ക്യൂ നെയ് ആയ, ജോർജ് എന്താ വരാത്തേ? अरे हाँ, जॉर्ज को बुखार है ना, उसे रामन ने यह सूचना दी थी. उसने मल्लिका को सब बताया था. जॉर्ज का घर रामन के घर के रास्ते में पड़ता है. അപ്പോൾ അരേ ഹാ, അപ്പോഴാണ് അവന് ഓർമ്മ വന്നത്. ജോർജ് എവിടെയാണെന്ന് ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. ആ സമയത്താണ് അവന് ഓർമ്മ വന്നത്, ജോർജ് കോ ബുഖാർ ഹേന. ബുഖാർ എന്ന് പറഞ്ഞാൽ പനി ഉണ്ടായിരുന്നല്ലോ ജോർജിന് എന്ന് ഓർമ്മ വന്നു. ഉസേ രാമനെ യ സൂചന ദീതി, അവന് രാമനാണ് ഈ മെസ്സേജ് തന്നത്, ഇൻഫോർമേഷൻ തന്നത്. സൂചന എന്ന് പറഞ്ഞാൽ ഇൻഫോർമേഷൻ. ഉസ്നെ മല്ലിക്കാക്കോ സബ് ബത്തായ ഥാ, അവനെല്ലാം മല്ലിക്കയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും. ജോർജ് കാ ഘർ രാമൻ കെ ഘർ കെ രാസ്തേ മേ പടുത്താ ഹെ.
അപ്പോൾ ജോർജിൻ്റെ വീട് രാമൻ്റെ വീട്ടിലേക്കുള്ള വഴിയിലാണ് ജോർജിൻ്റെ വീട്. അപ്പോൾ അപ്പു കക്ഷാ की तरफ ध्यान नहीं दे रहा है. അപ്പോൾ അപ്പു ആണെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ ഓരോരുത്തരെയും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അവൻ്റെ മനസ്സിൽ ഈ മാർബിൾസും പിന്നെ അതൊക്കെയാണ് മാർബിൾസ്, ജോർജ് നല്ലോണം കളിക്കുന്ന കളിക്കാരനാണ്, അതൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പു. അപ്പോൾ അപ്പുവിൻ്റെ ശ്രദ്ധ ക്ലാസ്സിലില്ല. കക്ഷാ की तरफ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല. ध्यान नहीं दे रहा है. मास्टर जी, उसने हड़बड़ी में पुस्तक खोलकर सामने रख ली. रेलगाड़ी का सबक था. रेलगाड़ी पृष्ठ 37. घर पर उसने यह पाठ पढ़ लिया है. അപ്പോൾ മാസ്റ്റർ ജി എന്ന് പറഞ്ഞിട്ട് മാസ്റ്റർ ജി വരുന്നുണ്ട് എന്ന രീതിയിൽ മാസ്റ്റർ ജി എന്ന് പറഞ്ഞിട്ട് വേഗം ഹഡ്ബടി എന്ന് പറഞ്ഞാൽ റഷ്, അതായത് വെപ്രാളത്തിൽ എന്താ ചെയ്തത്, പുസ്തകം എടുത്ത് തുറന്നു വെച്ചു മുമ്പിൽ. റെയിൽഗാഡി കാ സബക് താ. റെയിൽഗാഡി എന്ന അധ്യായമായിരുന്നു മാസ്റ്റർ ജി എടുത്തുകൊണ്ടിരുന്നത്. റെയിൽഗാഡി എന്ന അധ്യായം. पृष्ठ 37, പേജ് നമ്പർ 37. അപ്പോൾ ഘർ पर उसने यह पाठ पढ़ लिया है. വീട്ടിൽ ഈ പാഠം ആദ്യം വായിച്ചിട്ടുണ്ടായിരുന്നു. ആര്? അപ്പു. मास्टर जी बीच में बैंड से मेज़ टोकते हुए ऊंची आवाज़ में कह रहे थे. അപ്പോൾ മാസ്റ്റർ ജി എന്താ ചെയ്തുകൊണ്ടിരുന്നത്, ഇടയ്ക്കിടയ്ക്ക് ആ ബാന്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, വടി കൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ടേബിളിന് മേസ് ടേബിളിന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അടിച്ചുകൊണ്ട് ശബ്ദം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഊഞ്ചി ആവാസ് മേ കह रहे थे. എന്നിട്ട് ഒച്ചത്തിൽ പറയുന്നുണ്ടായിരുന്നു, बच्चों तुम में से कई ने रेलगाड़ी देखी होगी. उसे भाप की गाड़ी भी कहते हैं क्योंकि उसका यंत्र भाप की शक्ति से ही चलता है. भाप का मतलब पानी से निकलती भाप से है. तुम लोगों के घरों के चूल्हे में भी. അപ്പോൾ മാസ്റ്റർ ജി ഇങ്ങനെ കുട്ടികളോടായിട്ട് ഇങ്ങനെ ഒച്ചത്തിൽ പറയുന്നുണ്ടായിരുന്നു, കുട്ടികളെ നിങ്ങൾ റെയിൽഗാഡി കണ്ടിട്ടുണ്ടാവും, എന്താണ് റെയിൽഗാഡി എന്നൊക്കെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് സർ. ഉസേ ഭാപ് കി ഗാഡി ബി കഹത്തെ. ഭാപ് എന്ന് പറഞ്ഞാൽ ആവി എൻജിൻ അല്ലേ, ആവി എൻജിൻ കൊണ്ടാണ് ട്രെയിനൊക്കെ പണ്ട് കാലത്ത് ഓടിക്കൊണ്ടിരുന്നത്, നീരാവി, ആവി കൊണ്ട്. അപ്പോൾ ഭാപ് കി ഗാഡി ബി കഹത്തെ ഹേ ക്യോंकि उसका यंत्र भाप की शक्ति से ही चलता है. क्योंकि എന്തുകൊണ്ടാണ് ഭാപ് കി ഗാഡി എന്ന് പറയാൻ കാരണം നീരാവി കൊണ്ടാണ് ആ വണ്ടി ട്രെയിൻ ഓടുന്നത്. ഭാപ് കി ശക്തി സെ, ആവിയുടെ ആ ശക്തി കാരണമാണ്, ആ ഫോഴ്സ് കാരണമാണ് ട്രെയിൻ മുമ്പോട്ട് നീങ്ങുന്നത്. ഭാപ് കാ മത്ലബ് പാനി സെ നിക്കൽത്തി ഭാപ് സെ ഹേ. അപ്പോൾ ഭാപ് എന്താണ്, നീരാവി എന്താണ് എന്നൊക്കെയാണ് സർ പറഞ്ഞിരുന്നത്. ഭാപ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ നിന്നും വരുന്ന ആവിയെയാണ് നീരാവി എന്ന് പറയുന്നത്. നിക്കൽത്തി ഭാപ് സെ ഹേ എന്നാണ്, ആ ആവി കൊണ്ടാണ് ഈ ട്രെയിൻ മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കുകയാണ് കുട്ടികൾ. അപ്പോൾ തും ലോഗോ കെ ഘറോ കെ ചൂലേ മേ ഭി, അതായത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആവി എന്താണെന്ന് മനസ്സിലാക്കിക്കുകയാണ്. ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ അടുപ്പിൽ അവിടെ കാണാൻ പറ്റും, ഇപ്പോൾ വെള്ളം ചൂടാക്കുമ്പോൾ ആവി വരുന്നത് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് സാറ് കുട്ടികളെ. ആ സമയത്ത് അപ്പുവിൻ്റെ മനസ്സ് എവിടെയാണ്, അപ്പുവിൻ്റെ ശ്രദ്ധ എങ്ങോട്ടാണ് നോക്കാം. അപ്പുനെ ഭി സോച്ചാ റെയിൽഗാഡി. ഉസ്നെ റെയിൽഗാഡി ദേഖി ഹൈ. ചുക് യഹി റെയിൽഗാഡി ഹെ. വ ഭാപ് കി ഭി ഗാഡി കാ മത്ലബ്. അപ്പോൾ ഇങ്ങനെ അപ്പു സാറ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധിക്കുന്നുണ്ട് റെയിൽഗാഡിയെ പറ്റി. പക്ഷെ ആ സമയത്ത് റെയിൽഗാഡിയെ പറ്റിയായി ചിന്ത, അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയെന്നാണ് ആ സമയത്ത്. അപ്പോൾ ഉസ്നെ റെയിൽഗാഡി ദേക്കിയാ, ഞാൻ കണ്ടിട്ടുണ്ട് റെയിൽഗാഡി, ചുക് എന്ന ശബ്ദം ഉണ്ടാവും. യഹി റെയിൽഗാഡി ഹെ. പിന്നെ വ ഭാപ് കി ഭി ഗാഡി കാ മത്ലബ്, പിന്നെ ഭാപ് കി ഗാഡി എന്ന് പറയാൻ എന്തായിരിക്കും അതിൻ്റെ മീനിങ് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാസ്റ്റർ ജിക്ക് ആവാസ് അബ് കം ഊഞ്ചി थी. ഇപ്പോൾ മാസ്റ്റർ ജി ചെറുതായിട്ട് സൗണ്ട് കുറച്ചാണ് സംസാരിക്കുന്നത് പോലെ ഇമാജിൻ ചെയ്യാണ്. അതായത് लोहे का एक बड़ा कांच का जार, उसमें हरी लकीर वाले सफ़ेद गोल कंचे, बड़े आंवले जैसे. जॉर्ज जब अच्छा होकर आ जाएगा तब उससे कहेगा, उस समय जॉर्ज कितना खुश होगा. सिर्फ वे दोनों खेलेंगे और किसी को साथ खेलने नहीं देंगे. അപ്പോൾ ഇവിടെ സാറ് എന്താണ് ലോഹേക്ക ബഡ പീപ്പ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് റെയിൽഗാഡിയെ പറ്റി, ട്രെയിനിനെ പറ്റി. ആ സമയത്ത് വീണ്ടും അപ്പു ആ ഒരു ഇമാജിനേഷനിലോട്ട് പോവുകയാണ്, ഇതിനെപ്പറ്റി കഞ്ചയെപ്പറ്റി ആലോചിക്കാൻ തുടങ്ങി, മാർബിൾസിൻ്റെ ലോകത്തോട്ട് പോവുകയാണ്. ലോഹിക്ക എക് ബഡ കാഞ്ച് കാ ജാർ. അപ്പോൾ ഈ മെറ്റലും പിന്നെ ഈ ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ ഒരു വലിയ ജാറ് ഇമാജിൻ ചെയ്യുകയാണ്. ഇവിടെ സാറ് ലോഹിക്ക ബഡ പീപ്പ എന്ന് പറഞ്ഞതും ആ ഇമാജിനേഷനിലോട്ട് പോവുകയാണ്. ലോഹേ കാ എക് ബഡാ കാഞ്ച് കാ ജാർ, ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ വലിയൊരു ജാറ്. ഉസ്മേ ഹരി ലക്കീർ വാലെ സഫേദ് ഗോൽ കഞ്ച, അതിൽ ഗ്രീൻ ലൈൻസ് ഉള്ള വലിയ വെള്ള മാർബിൾസ്. അപ്പോൾ ബഡേ ആവലേജസ്, അതും വലിയ നെല്ലിക്കയുടെ അളവിൽ.
ജോർജ് ജബ് അച്ഛാ ഹോക്കർ ആ ജായക. ഇനി ജോർജ് എല്ലാം സുഖപ്പെട്ട് തിരിച്ചു വരുമ്പോൾ, അതായത് പനിയൊക്കെ മാറിയിട്ട് ജോർജ് വരുമ്പോൾ, തബ് ഉസ്സെ കഹേഗ, ആ സമയത്ത് ഞാൻ ജോർജിനെ ഇതിനെപ്പറ്റി പറയും. ഉസ് സമയം ജോർജ് കിത്ന ഖുഷ് ഹോഗ, ആ സമയത്ത് ജോർജ് വളരെയധികം സന്തോഷിക്കും. സിർഫ് വിത്ത് ദോനോ ഖേലെങ്കി, ഞങ്ങൾ രണ്ടുപേരും മാത്രം കളിക്കും എന്നൊക്കെ ഇങ്ങനെ ഇമാജിൻ ചെയ്യണം. ഓർ കിസിക്കോ സാത്ത് ഖേലിനെ നഹീ ദേംഗെ, ഇനി ആരെയും കളിക്കാൻ വിടത്തില്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രം കളിക്കും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് അപ്പു. उसके चेहरे पर चौक का टुकड़ा आ गिरा. अनुभव के कारण वह उठकर खड़ा हो गया. मास्टर जी गुस्से में हैं. അപ്പോൾ ഉസ്കെ ചെഹരെ പർ ചോക്ക ടുക്കട ആകിര, കാരണം അപ്പു ഏതോ ഒരു ലോകത്തേക്ക് പോയിരിക്കുകയാണ്. അപ്പുവിൻ്റെ ശ്രദ്ധ മുഴുവനും ആ റെയിൽ ഗാഡി സാർ പഠിപ്പിക്കുന്നതിൽ നിന്നും മാറി എവിടെയാ ആ കാഞ്ച, അതായത് മാർബിൾസിൻ്റെ ലോകത്തേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഉസ്കെ ചെഹരെ പർ, അവൻ്റെ ആ ഫേസിൽ പെട്ടെന്ന് വന്നിട്ടൊരു ചോക്കിൻ്റെ കഷ്ണം, ചോക്ക ടുക്കട ആകിര, മുഖത്ത് ഒരു ചോക്കിൻ്റെ കഷ്ണം വന്ന് വീണു. അനുഭവಕ್ಕೆ കാരൻ, അനുഭവം എന്ന് പറഞ്ഞാൽ അവൻ എക്സ്പീരിയൻസ് ഉണ്ട്, ഇതിന് മുമ്പും ഈ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, ഇതുപോലെ ചോക്ക് വീണിട്ടുമുണ്ട്. കാരണം അവൻ എപ്പോഴും ഇങ്ങനെയാണ്, ക്ലാസ്സിലിരിക്കുമ്പോൾ ശ്രദ്ധിക്കത്തില്ല. അനുഭവಕ್ಕೆ കാരൻ ഉട്ട്കർ ഖടാ ഹോ ഗയ, അവൻ എണീറ്റ് നിന്നു. മാസ്റ്റർ ജി ഗുസ്സേ മേ ഹെ, അവന് മനസ്സിലായി മാസ്റ്റർ ജി ദേഷ്യത്തിലാണ്, കാരണം ശ്രദ്ധിക്കുന്നില്ല അല്ലേ, അപ്പോൾ ആ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. അരേ തൂ ഉധർ ക്യാ കർ രഹാ ഹെ, ഉസ്കാ ദം घुट रहा था. बोल. वह खामोश खड़ा रहा. क्या नहीं बोलेगा. वे अप्पू के पास पहुँचे. सारी कक्षा सांस रोके हुए उसी तरफ देख रही है. उसकी घबराहट बढ़ गई. അപ്പോൾ മാസ്റ്റർ ജി പറയുകയാണ്, അരേ തൂ ഉധർ ക്യാ കർ രഹാ ഹെ, നീ അവിടെ എന്താ ചെയ്യുന്നത് എന്ന് അപ്പുവിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. ഉസ്കാ ദം ഘുട്ട് രഹാ താ, ദം ഘുട്ടന എന്ന് പറഞ്ഞാൽ ശ്വാസം മുട്ടുക. ഇനി എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ടെന്ന് അത്രയ്ക്ക് ശ്വാസം, ഹൃദയമിടിപ്പ് കൂടുകയാണ്, ശ്വാസം മുട്ടുകയാണ്. ബോൽ, പറ എന്താണെന്ന് സാറ് ചോദിക്കുകയാണ്, നീ അവിടെ എന്താ ചെയ്യുന്നത്. ബോൽ. ഖാമോഷ് ഖടാ റഹാ, ഖാമോഷ് ഖടാ എന്ന് പറഞ്ഞാൽ മിണ്ടാതെ നിൽക്കുക, അവിടെ മിണ്ടാതെ നിന്നു. ക്യാ നഹി ബോലേഗ, നീ ഒന്നും പറയത്തില്ലേ, മിണ്ടത്തില്ല, എന്താന്ന് പറ. അപ്പുക്കെ പാസ് പോയിച്ച, സാറ് അപ്പുവിൻ്റെ അടുത്ത് വന്നു. സാരി കക്ഷ സാസ് റോക്കെ ഹുവേ ഉസീ തരഫ് ദേഖ് രഹി, അപ്പം മുഴുവൻ ക്ലാസ് റൂം അവനെ തന്നെ, അപ്പുവിനെ തന്നെ, അതും ശ്വാസം വിടാതെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഉസീ തരഫ് ദേഖ് രഹി, എല്ലാവരും അവിടെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉസ്കി ഘബ്രാഹട്ട് ബഡ് ഗയി, അവൻ്റെ ആ പേടി വീണ്ടും, അവൻ്റെ ആ വെപ്രാളം, ആ ടെൻഷൻ കൂടുകയാണ്. ഘബ്രാഹട്ട് ബഡ് ഗയി, ആ ടെൻഷൻ കൂടിക്കൂടി വരികയാണ്. मैं अभी किसके बारे में बता रहा था, ഞാനിപ്പോൾ എന്തിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് സാറ് ചോദിച്ചു. कर्मठ मास्टर जी उस लड़के का चेहरा देखकर समझ गए कि उसके मन में और कुछ है. शायद उसने पाठ पर ध्यान दिया भी हो. अगर दिया है तो उसका जवाब उसके मन से बाहर ले आना है. इसी में उसकी सफलता है. അപ്പോൾ കർമ്മട്ട് മാസ്റ്റർ ജി, കർമ്മട്ട് എന്ന് പറഞ്ഞാൽ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സാറായിരുന്നു. അപ്പോൾ ഉസ് ലഡ്കെ കാ ചെഹ്റ ദേഖ് കർ സമജ് ഗയേ, ആ മുഖം കണ്ടതും അപ്പുവിൻ്റെ അദ്ദേഹത്തിന് മനസ്സിലായി. ഉസ്കെ മൻമേ ഓർ കുച്ച്, അപ്പോൾ അപ്പുവിൻ്റെ മനസ്സിൽ വേറെ എന്തോ ആണ്, അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചില്ല എന്ന കാര്യം സാറിന് മനസ്സിലായി. ഷായദ് ഉസ്നെ പാഠ് പർ ധ്യാൻ ദിയാ ബി ഹോ, ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് പോലും ഡൗട്ടാണ് ക്ലാസ്സിനെ പറ്റി. ക്ലാസ്സിൽ അഗർ ദിയാ ഹേ തോ ഉസ്കാ ജവാബ് ഉസ്കെ മൻ സേ ബാഹർ ലേ ആനാ ഹെ, ഇസി മേ ഉൻകി സഫലത ഹെ. അപ്പോൾ ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രമം എന്താണ്, അപ്പുവിന് ഇപ്പോൾ ആൻസർ അറിയാമെന്നുണ്ടെങ്കിൽ തന്നെ ആ ആൻസർ അവൻ്റെ വായിൽ നിന്നും വരുത്തണം. അപ്പോൾ ഇസി മേ ഉൻകി സഫല, അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സക്സസ് എന്ന് പറയുന്നത്. അതായത് हाँ हाँ बता डरना मत. मास्टर जी ने देखा अप्पू की ज़बान पर जवाब था. हाँ हाँ, वह कांपते हुए बोला, कंचा. कंचा. वे सकपका गए. कक्षा में भूचाल आ गया. സ്റ്റാൻഡ് അപ്പ്. അപ്പോൾ ഹാ ബത്താ ഡർനാ മത്ത്, അപ്പോൾ സാർ ഇങ്ങനെ ട്രൈ ചെയ്യുകയാണ് അവൻ്റെ വായിൽ നിന്നും ഇങ്ങനെ ആൻസർ വരുത്താൻ വേണ്ടിയിട്ട്, അതിന് ആൻസർ അറിയാമായിരിക്കും എന്നൊരു വിശ്വാസത്തോടെ. അപ്പോൾ മാസ്റ്റർ ജീനെ ദേഖാ അപ്പുക്ക് ജബാൻ പർ ജവാബ് ഥാ, അത് ജബാൻ എന്ന് പറഞ്ഞാൽ ടങ്, അതായത് വായിൽ ഇങ്ങനെ ആൻസർ വരുന്നുണ്ട് അപ്പുവിൻ്റെ എന്ന് മാസ്റ്റർ ജിക്ക് മനസ്സിലായി. എന്തോ പറയാൻ പോവുകയാണ് അപ്പോൾ ആൻസർ അറിയാമായിരിക്കും. അപ്പോൾ ഹാ പറ എന്ന രീതിയിൽ സാർ പറഞ്ഞു. ഓ കാംത്തെ ഹോയ പോലെ, അവൻ പേടിച്ചു വിറച്ചുകൊണ്ട് അവൻ പറഞ്ഞു കഞ്ച എന്ന് പറഞ്ഞു, അതായത് കഞ്ച മാർബിൾസ് എന്ന് പറഞ്ഞു. അപ്പോൾ കഞ്ച വിസക്പക്കാകെ, അപ്പോൾ സാറിന് ദേഷ്യം വന്നു പോയി. സക്പക്കാൻ എന്ന് പറഞ്ഞാൽ ഷോക്ക്ഡായിപ്പോയി അദ്ദേഹം അത് കേട്ടപ്പോഴേക്കും. കക്ഷ മേ ഭൂചാലാകെ, ആ കക്ഷ റൂമിൽ ഇങ്ങനെ ഭൂകമ്പം വന്ന പോലെ എല്ലാവരും കൂടെ ഇങ്ങനെ ആകെ കൂടെ ഇന്ന് ഇളകിയ പോലെ. സ്റ്റാൻഡപ്പ് സാർ ഒച്ചത്തിൽ ദേഷ്യം കൊണ്ട് സ്റ്റാൻഡപ്പ് എന്ന് പറഞ്ഞു. ആരോട്? അപ്പുവിനോട്.
മാസ്റ്റർ സാബ് കി ആംഖോ മേ ചിങ്കാരിയാം സുലഗ് രഹി തി. മാസ്റ്റർ സാബിൻ്റെ കണ്ണുകളിൽ ചിങ്കാരിയാം സുലഗ്, ചിങ്കാരിയ എന്ന തീപ്പൊരികൾ ഇങ്ങനെ ആളി കത്തുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്